ഡാർക്ക് റിയാലിറ്റി ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതൊക്കെ പറയാൻ ഞാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എൻ്റെ പേജ്, എൻ്റെ ചാനലിലുള്ള വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പറയാൻ ഞാൻ ആരാണ്, എന്താണ്, എന്താവകാശം എന്ന്. സോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഓപ്പൺലി ഞാൻ പറയുന്നു. ഡാർക്ക് റിയാലിറ്റി ഓഫ് ജർമ്മൻ ലാംഗ്വേജ് സ്വാഭാവികമായിട്ടും ഇനി വരുന്ന വെക്കേഷൻ സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനി വീണ്ടും കത്താൻ പോകുന്ന സാധനമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനില്ല, കാരണം അവർക്കറിയാം റിയാലിറ്റി, അവർക്കറിയാം. കാരണം വൺസ് വി എൻ്റർഡ് ടു ദിസ് നമ്മൾ അത് വളരെ കൃത്യമായി പഠിച്ച് പാസ്സായി പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഇപ്പം ഓടിച്ചാടി, അതായത് നമ്മൾ ഏതൊരു ജർമ്മൻ ഏജൻസിയുടെ ആഡ് കണ്ടു കഴിഞ്ഞാലും പറയാൻ പോകുന്ന കാര്യം ഇത്ര തന്നെയുള്ളൂ: നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് മാസം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ സ്റ്റൈഫൻഡോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. 1 വർഷം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതി, അത് കഴിയുമ്പോൾ എക്സാം എഴുതാൻ പോവുക. ഇങ്ങനൊരു തോട്ട് ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഈ സെയിം തോട്ടിൽ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയില്ലേ, എനിക്ക് പണ്ടേ ഉള്ള ആഗ്രഹം കേട്ടോ. അപ്പോൾ അത്തരം ഒരാഗ്രഹത്തിൽ പഠിച്ചൊരുത്തനാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാനൊരു 22-ലാണ് +2 കഴിഞ്ഞത്. 22-ൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാ വർഷം? 25. ഇതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അതെൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ അതായത് ഒരു ഏജൻസികളും പറയുന്നത് സത്യമല്ല ഇക്കാര്യത്തിൽ. ഇപ്പോൾ ജർമ്മൻ പഠിച്ച് ജർമ്മനി പോകുക എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് 1 വർഷം കൊണ്ട് പോകാം. മിനിമം 2 വർഷം എടുക്കും. നിങ്ങൾ എത്ര വേണമെങ്കിലും നോക്കിയപ്പോൾ മിനിമം 2 വർഷം എടുക്കും. എൻ്റെ ക്ലാസ്സിൽ അപ്പം എൻ്റെ ഒപ്പം ജർമ്മൻ പഠിച്ച ഒരു കൊച്ചുണ്ട്. ഷീസ് എക്സ്ട്രീം പഠിപ്പി എന്നൊക്കെ പറയില്ലേ, അത്ര ആഗ്രഹത്തോടു കൂടി കറക്റ്റായിട്ട് പഠിക്കുന്ന ഞങ്ങളുടെ ജർമ്മൻ ക്ലാസ്സിലത്തെ ടോപ്പാണ്. B1 B2 എക്സാം ഒരൊറ്റ വട്ടം എഴുതിയപ്പോൾ പാസ്സായ ആളാണ്. ആൾ വരെ ഈ പോവാനായിട്ട് എടുത്തത് 2 വർഷമാണ് ടോട്ടൽ. അപ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം ഇവരൊക്കെ പറയുന്നത് റിയാലിറ്റി അല്ല. ഞാൻ ആക്ച്വലി വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ ഈ ഡാർക്ക് റിയാലിറ്റി ഓഫ് ജർമ്മൻ ലാംഗ്വേജ് പറയണമെന്നുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ പഠിച്ചോ, നല്ല കാര്യമാണ്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് മിനിമം ഒരു 1 ഇയർ എടുക്കും. ഇനി എക്സാം എഴുതാനും അത്ര തന്നെ ഒരു ടൈം എടുക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പോയി അവിടെ എത്തി കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ്ങും പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു 2 വർഷം എടുക്കും. അപ്പോൾ നിങ്ങൾ റിഗ്രറ്റ് അടിക്കരുത്. അപ്പോൾ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത്ര വിചാരിക്കുക, അതായത് മിനിമം ഞാനൊരു 2 to 3 വർഷം വരെ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യും. ഈ 3 വർഷം പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സത്യം പറയുകയാണെങ്കിൽ ഈ 3 വർഷം പോയാലും ഒരു നഷ്ടം വരാൻ പോകില്ല. കാരണം നമ്മുടെ ലൈഫ് ആഫ്റ്റർ ദാറ്റ് സെറ്റാണ് എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ലാംഗ്വേജ് പഠിച്ചു, ഇനി എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ കേരളത്തിൽ എഴുതി ട്രൈ ചെയ്യും. അപ്പോൾ കേരളത്തിൽ എഴുതാൻ സമയത്ത് നമുക്ക് പറ്റുന്നത് ഈ എക്സാം റിസൾട്ട് വരാൻ 45 ദിവസം, അതായത് 1 മാസം, ചിലപ്പോൾ 2-2.5 മാസമൊക്കെ എടുത്തത് വരെയുണ്ട്. നമ്മൾ 6000, 7000 അല്ലെങ്കിൽ 25,000 രൂപ മുടക്കി കേരളത്തിൽ എഴുതുന്ന അഡീഷണൽ ഫീ കേട്ടോ. CSTയും SGSTയും എക്സ്ട്രാ ഉണ്ട്. അതായത് ഒരു എക്സാം B2 ഒരു എക്സാം എഴുതാൻ 7000, 7500 സംതിങ് ഒക്കെ വരും. ഇനി ഏജൻ്റ് ആണെങ്കിൽ ഒരു മൊഡ്യൂൾ ചിലപ്പോൾ 10-ലൊക്കെ വന്നു എന്നിരിക്കും. അങ്ങനെ 10,000 രൂപ കൊടുത്ത് നിങ്ങൾ ഒരു മൊഡ്യൂൾ എഴുതി കഴിഞ്ഞാൽ 2.5 മാസം കഴിയും ചിലപ്പോൾ റിസൾട്ട് വരാൻ. ചിലപ്പോൾ 2 മാസത്തിനുള്ളിൽ തന്നെ വന്നു എന്നിരിക്കും. ഇനി അത് ഫെയിലായാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വീണ്ടും ചെന്ന് എഴുതണം. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്തുകൊണ്ടും കേരളത്തിൻ്റെ പുറത്ത് ചെന്ന് എഴുതാനാണ്. ഇപ്പോൾ എന്നോട് ഒരാൾ എവിടെ പോയി എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒബ്വിയസ്ലി ചെന്നൈ പൂനെ അല്ലെങ്കിൽ ബാംഗ്ലൂർ. അപ്പോൾ ഞാനിത് പറയുന്നത് പാസിംഗ് റേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല, മറിച്ച് റിസൾട്ട് വേഗം വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നൈ ആണെങ്കിൽ 14 വർക്കിംഗ് ഡേയ്സ്, അതായത് ഒരു 20-25 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ ഇതിനിടയിൽ വർക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. പിന്നെ ബാംഗ്ലൂർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വരും. മിനിമം ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ എക്സാം റിസൾട്ട് വരും. അപ്പോൾ ഏറ്റവും നല്ലത് B1 ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ബാംഗ്ലൂർ പോയി ഡേറ്റ് എടുത്ത് എഴുതാം. B2 ആണെങ്കിൽ ചെന്നൈ എടുക്കുന്നത് നല്ലത്. പക്ഷേ ചെന്നൈയിലാണെങ്കിൽ
എക്സാമിന് 6,000 രൂപ, എക്സാം ഡേറ്റ് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ 16,000, 18,000, 20,000. എന്താണ് ഇവിടെ? ഏജൻറ്റിൻ്റെ കളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ഥാനത്ത് പല ആൾക്കാരും മലേഷ്യക്ക് പോകുന്നുണ്ട്. മലേഷ്യയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ജസ്റ്റ് 6,000 റുപ്പീസ്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 5,000, 6,000 സംതിങ്ങേ നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതിനേക്കാൾ എക്സാം ഡേറ്റ് എടുക്കുക, ഈ ഡേറ്റ് എടുത്ത് എഴുതുക, ഇത് പാസ്സാവുക, റിസൾട്ട് വരിക, ഇവിടെയാണ് നമ്മുടെ സമയം പോവുക. ഞാൻ ഒരു വട്ടം കൊച്ചിയിൽ എഴുതിയ ഒരാളാണ് എക്സാം. ഞാൻ കൊച്ചിയിൽ എഴുതിയ സമയത്ത് നല്ല പോലെ, അതായത് ഏകദേശം 50, 55, 60 ദിവസത്തോളം വെയിറ്റ് ചെയ്തിട്ട് ഈ റിസൾട്ട് വന്ന് ഫെയിലായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത്ര ദിവസവും പോയി. ഈ ഓരോ മാസം മാറും തോറും നമ്മുടെ ഇൻടേക്കുകളാണ് മിസ്സാവുന്നത്. അപ്പോൾ നമ്മളൊരു 9 മാസം കൊണ്ട് നമ്മൾ B2 എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ സ്റ്റുഡൻറ്റും പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് ഓരോ കോൺഫിഡൻസ് ലെവലുണ്ട്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആവാണ്ട് ഞാൻ പോയി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാവായൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ആത്മവിശ്വാസം വന്നിട്ടല്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു 20, 25,000, 30,000 രൂപ, നിങ്ങൾ ഒരു 30 പിടി, അപ്പോൾ ഈ 30,000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വേണമല്ലോ. ആ ഒരു കോൺഫിഡൻസിന് നമ്മൾ മിനിമം ഒരു 9 to 10 മാസം, ചിലവരൊക്കെ B1 കയറുമ്പോൾ തന്നെ ഹ്യോർനും ലേസനും എടുത്തിട്ട് പോയി എഴുതും, ചക്കബായും കൊണ്ട് പാസ്സാവും. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പാസ്സായവരും ഉണ്ട്, പാസ്സാവാത്തവരും ഉണ്ട്. വാട്ടവർ, അത് നമ്മൾ വിട്. അപ്പോൾ നമ്മൾ ഫുൾ മൊഡ്യൂൾ നോർമൽ രീതിയാണ്, ആ ഒരു ട്രഡീഷണൽ രീതിയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാം നമ്മൾ ഒരു 10 മാസത്തിൽ പഠിച്ചു. നമ്മൾ 11-ാം മാസം, അപ്പോൾ പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ മാസം അടുത്ത മാസത്തേക്കുള്ള ഡേറ്റാണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം മുമ്പേ പഠിക്കുന്നവർ ഒരു മാസം മുൻപേ കണ്ട് തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 10-ാം മാസത്തിൽ പഠിച്ചിറങ്ങി 11-ാം മാസത്തിൽ എഴുതാം. അല്ലെങ്കിൽ 9-ാം മാസം ഡേറ്റ് എടുത്ത് പഠിച്ചിറങ്ങി തന്നെ സ്പോട്ടിൽ എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. ഇനി ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എന്തായാലും കിട്ടും. പക്ഷേ നിങ്ങൾ അത്രയും ബ്രില്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും നിങ്ങൾ ഡെഡിക്കേറ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് ഫസ്റ്റ് ടൈമിൽ ഫുൾ മൊഡ്യൂൾ കിട്ടുകയുള്ളൂ. 3 മൊഡ്യൂൾ കിട്ടിയവരൊക്കെ ഉണ്ട്, പക്ഷേ കിട്ടാത്തവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇനി നമ്മൾ എക്സാം എഴുതി കിട്ടിയില്ലെങ്കിൽ ആ ഇയർ അവിടെ തീർന്നു. അപ്പോൾ നിങ്ങൾ അടുത്ത ഡേറ്റ് എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഇപ്പം ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും. ഈ ഓഗസ്റ്റിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഇൻടേക്ക് പോയി. ഇനിയുള്ളത് നവംബർ ഇൻടേക്കാണ്. അപ്പോൾ വീണ്ടും ഈ 4 വീണ്ടും പാസ്സാവണം കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിങ്ങളുടെ ഒരു 2 വർഷം പോകും. എന്നിട്ട് ഇപ്പോൾ പഠിച്ച 1-ാമത്തെ വർഷം കഴിഞ്ഞ് 2-ാമത്തെ വർഷം കഴിഞ്ഞ് പിറ്റേ മാർച്ചിൽ നിങ്ങൾക്ക് എന്തായാലും കയറാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിരിക്കുന്നത്. ഒരു ഏജൻസിക്കാരും ഇതൊന്നും തുറന്ന് പറയില്ല. കാരണം എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻറ്റ് ഡിഫറെൻ്റ്. അപ്പോൾ ഒരു ഏജൻസിക്കാർ പറയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത്, അതായത് നിങ്ങൾക്ക് ഇത്ര വർഷം കൊണ്ട് പോവാം. അവർ പറയുന്നത് നിങ്ങളൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ കുറേയൊക്കെ മാർക്കറ്റിംഗ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു ബിസിനസ്സാണ്, അവർക്ക് പൈസ കിട്ടിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എജു യൂണിവേഴ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് കുട്ടി നന്നായി പഠിച്ച് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി പോവാം, അതർവൈസ് നോക്കണ്ടെന്ന് അവിടുത്തെ മിസ്സ് ഓപ്പണായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എപ്പോഴും വളരെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നാൽ പോലും മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് പറ്റിപ്സും ഉണ്ട് ഇതിനിടയിൽ. അതായത് ഇവർക്ക് വെറും ഒരു ബിസിനസ്സാണെങ്കിൽ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ലൈഫാണ്, ലൈഫ് വെച്ചിട്ട് മറ്റൊരു പൈസ ഉണ്ടാക്കുന്നത് ദാറ്റ്സ് എന്തോ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ജെന്യുവിനാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊരുമാതിരി പിള്ളേരുടെ ലൈഫും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോട്ട് ഇറ്റ്. അതർവൈസ് കഷ്ടപ്പെടും, പാടുപെടും. ഞാൻ പാടുപെടുന്നത് പോലെ. ഈ ചാനൽ നിങ്ങൾ ആരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഞാൻ ജർമ്മൻ കണ്ടൻസ് അല്ല ഇടുന്നത്. ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എനിക്ക് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇടാനാണ് ഇഷ്ടം. താങ്ക് യു, ബൈ.